ദ ട്രെൻഡ് ഈസ് യുവർ ഫ്രണ്ട് എക്സെപ്റ്റ് അറ്റ് ദ എൻഡ് വെൻ ഇറ്റ് ബെൻസ്. ഇത് ഞാൻ പറഞ്ഞതല്ല, എഡ് സെക്കോട്ട എന്ന് പറയുന്ന വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ട്രേഡറിന്റെ വാക്കുകളാണ്. അപ്പോൾ ഇന്നിത് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രെൻഡിനെ പറ്റിയിട്ടാണ്. പലപ്പോഴും നമ്മുടെ ഫ്രണ്ടായിട്ടിരിക്കുന്ന, അതുപോലെ തന്നെ നമുക്ക് പണി തരാൻ സാധ്യതയുമുള്ള ഒരു കാര്യമാണ് ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴാണ് ഒരു ട്രെൻഡ് നമ്മുടെ ഫ്രണ്ട് ആവുന്നത്, എപ്പോഴാണ് ഒരു ട്രെൻഡ് നമുക്ക് പണി തരാൻ സാധ്യതയുള്ളത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും റെഗുലർ ഇൻകം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വ്യക്തി ഏറ്റവും മിനിമം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റി മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ സീരീസിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് അക്യൂമുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, അല്ലെങ്കിൽ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മളൊക്കെ എങ്ങനെ നല്ല ട്രേഡ്സ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ളത്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് നമ്മുടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം, പോയി കണ്ടിട്ട് വരിക. നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്, സൈഡ് വേസ് മാർക്കറ്റ് മാത്രമല്ല 2 എക്സ്ട്രാ സ്റ്റേജസും കൂടെ മാർക്കറ്റിനുണ്ട്. അത് അപ് ട്രെൻഡും ഡൗൺ ട്രെൻഡും ആണെന്നുള്ളത്. അപ്പോൾ എന്താണ് ഒരു അപ് ട്രെൻഡ്, എന്താണ് ഒരു ഡൗൺ ട്രെൻഡ്? മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നതിനെയാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് മാർക്കറ്റ് താഴോട്ട് പോകുന്ന ഒരു സ്റ്റേജിനെ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഒരു അപ് ട്രെൻഡ് സംഭവിക്കുന്നത്? സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, അക്യൂമുലേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫേസിന്റെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, അക്യൂമുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് എന്ന് പറയുന്നത് ട്രേഡ് ചെയ്യാൻ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു മാർക്കറ്റിന്റെ കണ്ടീഷനാണ്. കാരണം എന്താണ്? അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഈക്വൽ പവറിലാണ്, അല്ലെങ്കിൽ ആരും അവിടെ ഡൊമിനേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അതൊരു സൈഡ് വേസ് മാർക്കറ്റ് കണ്ടീഷനിൽ നിൽക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഒരു അപ് ട്രെൻഡ് ഉണ്ടാവുക? ബയേഴ്സ് സെല്ലേഴ്സിനെക്കാട്ടിലും ഡൊമിനേറ്റ് ചെയ്യുന്നത് കൊണ്ട്, സെല്ലേഴ്സിനെക്കാട്ടിലും സ്ട്രോങ് ആയതുകൊണ്ടാണ് അവിടെ ഒരു അപ് ട്രെൻഡ് ഉണ്ടാവുക, ശരിയല്ലേ? നേരെ മറിച്ച് സെല്ലേഴ്സിനെക്കാട്ടിലും ബയേഴ്സ് സ്ട്രോങ് ആവുന്നതിന് പകരം ബയേഴ്സിനെക്കാട്ടിലും സെല്ലേഴ്സ് സ്ട്രോങ് ആവുന്ന ഒരു കണ്ടീഷനിൽ മാർക്കറ്റ് സെല്ലേഴ്സിന്റെ ഡയറക്ഷൻ പോകുന്നു. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്നും പറയുന്നത്. അപ്പൊ നമുക്ക് സൈക്കോളജിക്കലി എന്താണ് ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനിൽ വർക്ക്ഔട്ട് ആവുന്നത് എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സൈഡ് വേസ് മാർക്കറ്റ് കണ്ടീഷൻ ആദ്യം കൺസിഡർ ചെയ്യാണ്. നമ്മൾ ഓൾറെഡി സൈഡ് വേസ് മാർക്കറ്റ് കണ്ടീഷനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ്, ശരിയല്ലേ? ഈ കാണുന്നതാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് കണ്ടീഷൻ. ഇതിനെപ്പറ്റി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അതായത് ഈ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ സെല്ലേഴ്സ് സെല്ല് ചെയ്തു, ഇവിടെ ഓൾറെഡി ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സം ന്യൂസ് ഓർ സംതിങ് എൽസ്, എന്തോ ആയിക്കോട്ടെ. നമ്മൾ അതിന്റെ ഒരു സൈക്കോളജിക്കലി എന്താണ് സംഭവിച്ചത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ നല്ല ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തു, ഇവിടെ വാങ്ങിച്ചവരല്ല ഇവിടെ വിറ്റു, അതുപോലെ തന്നെ ഇവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, ഇവിടെ സെൽ ഓഫ് നടക്കുന്നു, ഇവിടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നു, സെൽ ഓഫ് നടക്കുന്നു. നമ്മൾ പറഞ്ഞു ഇതാണ് ഒരു സൈഡ് വേസ് മാർക്കറ്റ് കണ്ടീഷൻ. ഇവിടെ നമുക്ക് ഈ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പോർഷൻസിന് ഒരു പേരുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഓൾറെഡി ഒരു ക്യാൻഡിലിനെ പറ്റി പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ക്യാൻഡിലിന് ഒരു ലോ പ്രൈസും ഉണ്ട്, ഒരു ഹൈ പ്രൈസും ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈമിൽ മാക്സിമം പോയിരിക്കുന്ന ഹൈയസ്റ്റ് പ്രൈസ് ആണ് ഹൈ, മാക്സിമം പോയിരിക്കുന്ന ലോവസ്റ്റ് പ്രൈസ് ആണ് ലോ. അപ്പോൾ ഈ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്കിവിടെ കാണാം, ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. അതുപോലെ തന്നെ ഇതൊരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്, ഇതും ഒരു ഹൈ ആണ്, ഇതൊരു ലോ ആണ്. അപ്പോൾ എവിടൊക്കെയാണോ മുകളിൽ റിവേഴ്സിൽ തന്നിരിക്കുന്നത് ആ പോയിന്റ്സിനെ നമ്മൾ ഹൈ എന്നും, എവിടൊക്കെയാണോ താഴെ റിവേഴ്സിൽ തന്നിരിക്കുന്നത് ആ പോയിന്റ്സിനെ നമ്മൾ ലോ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, എല്ലാ ഹൈകളും എല്ലാ ലോകളും ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ പ്രൈസ് റേഞ്ചിൽ, അപ്പോൾ ഇവിടെ ആണല്ലോ പ്രൈസ്, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ പ്രൈസ് റേഞ്ചിൽ ഇത് ഫോം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മാർക്കറ്റ് കണ്ടീഷനെ സൈഡ് വേസ് മാർക്കറ്റ് കണ്ടീഷൻ എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മിനിമം ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ അപ് ട്രെൻഡ് എങ്ങനെ ഒരു സൈഡ് വേസിൽ നിന്ന് അപ് ട്രെൻഡിലോട്ട് പോകുന്നു എന്ന് നമുക്ക് സൈക്കോളജിക്കലി മനസ്സിലാക്കി നോക്കാം. അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നു, നേരത്തെ ക്രിയേറ്റ് ആയതുപോലെ തന്നെ. അതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നു, ഒരു പോയിന്റ് എത്തുന്നു, സപ്ലൈ ക്രിയേറ്റ് ആവുന്നു, സെല്ലേഴ്സ് സെൽ ഓഫ് നടത്തുന്നു. പക്ഷേ അതിനുശേഷം താഴോട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടം വരെ എത്തുന്നതിന് മുമ്പേ തന്നെ ബയേഴ്സ് അഗ്രസീവായിട്ട് ബൈ ചെയ്തു തുടങ്ങുന്നു. അതായത് അവർക്ക് അവിടം വരെ പോകുന്ന ഒരു എക്സ്പെക്ടേഷൻ ഇല്ല, അവർ നേരത്തെ തന്നെ വെയിറ്റ് ചെയ്യാതെ ബൈയിങ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു പോർഷനിൽ തന്നെ ഡിമാൻഡ് ക്രിയേറ്റ് ആവുന്നു. ഇവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ് ഈ ഒരു പോർഷനിൽ ക്രിയേറ്റ് ആവുന്നു. അവിടെ സംഭവിച്ചിരിക്കുന്നത് ടെക്നിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകളെല്ലാം ഹൊറിസോണ്ടൽ ആണ്, പക്ഷെ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ലോ ഹയർ ലോ ആണ്, ശരിയല്ലേ? സെയിം ലെവലിൽ ഫോം ചെയ്തിരുന്നതിന് പകരം ഒരു ഹയർ ലോ അവിടെ ഫോം ചെയ്യുന്നു. അതാണ് ഒരു അപ് ട്രെൻഡിന്റെ ബേസിക് ക്രൈറ്റീരിയ. ഹയർ ലോകൾ ഫോം ചെയ്തുകൊണ്ടാണ് അപ് ട്രെൻഡ് എപ്പോഴും പോവുക. അപ്പോൾ അവിടെ അപ് ട്രെൻഡ് ആയിട്ട് നമ്മൾ ഉറപ്പിക്കേണ്ട, പകരം നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ വെയിറ്റ് ചെയ്യുന്ന എന്തിനാണ്? ഇത് മുകളിലോട്ട് പോകുമ്പോൾ ഇവിടെ സപ്ലൈ ക്രിയേറ്റ് ആവുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്ത് ശേഷം ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നത് വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ഹൈ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇരിക്കുന്നത്. കാരണം പ്രീവിയസ്ലി ഹയർ ഹൈ ഒക്കെ ഫോം ചെയ്തിരുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ലെവൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത് താഴോട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു അപ് ട്രെൻഡ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് അപ് ട്രെൻഡ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആ ഒരു അപ് ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹൈയെ കട്ട് ചെയ്ത് എപ്പോഴാണോ ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നത്. പ്രീവിയസ്ലി ഇവിടെ സെൽ ഓഫ് നടത്തിയിരുന്ന സെല്ലേഴ്സ് അവിടെ സെല്ല് ചെയ്യുന്നില്ല, അവരുടെ മാർക്കറ്റ് കുറച്ചുകൂടെ
കുറച്ചുകൂടെ മുകളിലേക്ക് പോകും എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഹോൾഡ് ചെയ്യുകയാണ്. മാത്രമല്ല ഈ ഒരു ഏരിയയ്ക്ക് ശേഷം കൂടുതൽ ബയേഴ്സും അവിടെ എൻട്രി ചെയ്യുകയാണ്. അത്തരത്തിലുള്ളൊരു സ്റ്റേജിലാണ് നമ്മൾ ഇതൊരു ഹയർ ഹൈ ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു പോയിന്റിലാണോ ഇവിടുന്ന് റിവേഴ്സ് ചെയ്യുന്നത് ആ ഒരു പോയിന്റിനെ നമുക്ക് ഹയർ ഹൈ ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഹയർ ഹൈ ഫോം ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഹയർ ലോയും ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഹയർ ഹൈയും ആണ്. സോ ഹയർ ഹൈയും ഹയർ ലോകളുമാണ് ഒരു പ്രോപ്പർ അപ് ട്രെൻഡിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹയർ ഹൈയും ഹയർ ലോയും കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മളൊരു ചാർട്ടിൽ ആദ്യം ചെയ്യേണ്ട കാര്യം. അങ്ങനെ കണ്ടെത്തിയ ശേഷം ട്രെൻഡ് ലൈൻ ടൂൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കണക്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ വരച്ച് എക്സ്റ്റെൻഡ് ചെയ്തിടാം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് എങ്ങനെ വരയ്ക്കാമെന്നും ആ ഒരു സിനറിയിൽ എങ്ങനെ ട്രേഡ് എടുക്കാമെന്നും നമുക്ക് ചാർട്ട് നോക്കി തന്നെ മനസ്സിലാക്കാം. അതിനുശേഷം ഡൗൺ ട്രെൻഡിലെയും നമുക്ക് ഈസി ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊരു സൈഡ് വേസ് മാർക്കറ്റ് ആണ്. ഞാനിത് നേരത്തെ വരച്ച് കാണിച്ചതാണ് ബോർഡിൽ. എന്തായാലും ഞാനിത് കാണിക്കുകയാണ്. ഈ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ ഇതൊരു ഹൈ ആണ്, ശരിയല്ലേ? ഇതൊരു ഹൈ ആണ്, ഇതും ഒരു ഹൈ തന്നെയാണ്, ഇതും ഒരു ഹൈ ആണ്, ഇതും ഒരു ഹൈ ആണ്. അപ്പോൾ ഇവിടെ നോർമലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഹൈകളും ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ 930 എന്ന് പറയുന്ന ആ ഒരു ഹൊറിസോണ്ടൽ ലെവലിലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. ആ ഒരു റീജിയനിലാണ് ഹൊറിസോണ്ടലി ഹൈകളെല്ലാം, അതായത് സപ്ലൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു റീജിയനിലാണ്. സോ അതൊരു സൈഡ് വേസ് മാർക്കറ്റ് ആണ്. അത് എപ്പോഴാണ് സൈഡ് വേസ് മാർക്കറ്റ് കംപ്ലീറ്റ് ആവുന്നത്? അതിന്റെ സപ്പോർട്ടും അതായത് ലോകളും ഓൾമോസ്റ്റ് സെയിം ലെവലിൽ വരുമ്പോഴാണ്. അപ്പം ഞാനിവിടെ ലോകളും സെയിം ആയതുകൊണ്ട് ഞാനൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സപ്പോർട്ട് സോണും കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സൈഡ് വേസ് മാർക്കറ്റിൽ നിന്നും അപ് ട്രെൻഡിലോട്ടുള്ള കൺവേർഷൻ ഞാൻ നേരത്തെ കാണിച്ചതാണ്. അത് എന്നാലും ഒന്നുകൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, നേരത്തെ സെൽ ഓഫ് നടന്ന ആ ഒരു സപ്ലൈ സോണിൽ പിന്നെയും സെൽ ഓഫ് നടക്കുന്നു. അവിടെ ഒരു സെയിം ലെവലിലുള്ള ഹൊറിസോണ്ടൽ ഹൈ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് ഫോളോ ചെയ്യുന്നു. പക്ഷേ താഴോട്ട് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ അപ് ട്രെൻഡിൻ്റെ ഒരു സ്വഭാവം കാണുന്നത്. ഓക്കെ, അവിടെ അപ് ട്രെൻഡിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ താഴെ വരെ ഫോം ചെയ്ത ലോയ്ക്ക് പകരം ഇപ്പോൾ ഒരു വ്യത്യാസത്തിന് ചെയ്യുന്നത് ആ ഒരു ലോ പ്രീവിയസ് ലോയെക്കാട്ടിലും മുകളിലുള്ള പോയിന്റ് ഇതെല്ലാം മുകളിലാണ്. പ്രീവിയസ് ലോ ഇവിടെ ആയതുകൊണ്ട് ഇതിന് മുകളിലുള്ള പ്രൈസ് എല്ലാം ഇവിടെ എവിടെ ലോ ക്രിയേറ്റ് ചെയ്താലും ഇതിന് മുകളിൽ എവിടെ ലോ ക്രിയേറ്റ് ചെയ്താലും അതിനെ നമ്മളൊരു ഹയർ ലോ എന്നാണ് പറയുന്നത്, ശരിയല്ലേ? അപ്പോൾ ഇവിടെ ഒരു ലോ ഫോം ചെയ്തു, അതിനെക്കാട്ടിൽ മുകളിൽ ഇവിടെ ഒരു ഹയർ ലോ ഫോം ചെയ്യുമ്പോൾ അവിടെ ഒരു അപ് ട്രെൻഡിന്റെ തുടക്കമായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ ട്രെൻഡ് ലൈൻ ടൂൾ കിടപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ, രണ്ടാമത്തെ ടൂൾ ആ ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞ ടൂൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ പ്രീവിയസ് ഫോം ചെയ്ത ഈ ഒരു ലോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ഫോം ചെയ്തിരിക്കുന്ന ഹയർ ലോയുടെ ലോവസ്റ്റ് പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ 2 പോയിന്റ്സ് വേണമല്ലോ നമുക്കൊരു ലൈൻ വരയ്ക്കാൻ. അങ്ങനെ നമുക്ക് ഇവിടെ ഒരു ലൈൻ കിട്ടുകയാണ്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ കിട്ടിയോണ്ട് മാത്രം കാര്യമില്ല, ട്രെൻഡ് ലൈൻ ഭാവിയിൽ ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് അവിടെ ട്രേഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രെൻഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഒരു ലെവലിൽ നിന്ന് തന്നെ ആ ഒരു ട്രെൻഡ് ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് മുകളിലോട്ട് വെക്കുന്നു ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു ട്രേഡ് ഇല്ല. കാരണം ഇവിടെ നമുക്ക് ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ ജസ്റ്റ് കിട്ടിയതേ ഉള്ളൂ ഈ 2 പോയിന്റ്സ്. നെക്സ്റ്റ് ടൈം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനിലോട്ട് അപ്രോച്ച് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പുള്ള മാർക്കറ്റിന്റെ സ്വഭാവവും ഒരു അപ് ട്രെൻഡിന്റെ ആണോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. കാരണം ഇവിടെയും നേരത്തെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തിരുന്നു, ശരിയല്ലേ? ഈ ലോയെക്കാട്ടിൽ ഹയർ ആണ്. പക്ഷെ ഇവിടെ വന്നിട്ട് നേരത്തെ ക്രിയേറ്റ് ചെയ്ത സപ്ലൈ സോണിൽ സപ്ലൈ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ലേ? ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഹൈ വരെ വെയിറ്റ് ചെയ്യുന്നു. പ്രീവിയസ് ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു ഹൈയുടെ മുകളിലേക്ക് മാർക്കറ്റ് കട്ട് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ഹയർ ഹൈ ഫോം ചെയ്യുന്നു. എപ്പോഴാണോ റിവേഴ്സൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മുടെ നെക്സ്റ്റ് ഹയർ ഹൈ ആയിട്ട് ആ ഒരു റീജിയൻ ഫോം ചെയ്യുന്നു. സോ നമുക്കിവിടെ എന്ത് കിട്ടി? 2 പോയിന്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കിട്ടി. ഇവിടെ ഒരു ലോ കിട്ടി, അതിനെക്കാട്ടിലും ഹയർ ഇവിടെ ഒരു ലോ കിട്ടി. ഇവിടെ ഒരു ഹൈ കിട്ടി, അതിനെക്കാട്ടിലും ഹയർ ആണ് ഇവിടെ ഒരു ഹൈ കിട്ടിയത്. മുമ്പത്തെ നിന്നും വ്യത്യാസമായിട്ട് സെയിം ഹൈയും സെയിം ലോയും ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം 2 ഹയർ ഹൈസും 2 ഹയർ ലോസും ഒരുമിച്ച് ആൾട്ടർനേറ്റ് ആയിട്ട് സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അപ് ട്രെൻഡ് ആയിട്ട് ഇതിനെ കൺഫേം ചെയ്യാം. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വെയിറ്റ് ചെയ്യുകയാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നത് വരെ. താഴോട്ട് അപ് ട്രെൻഡിന്റെ സപ്പോർട്ട് സോണിൽ എത്തുന്നത് വരെ നമുക്ക് യാതൊരുവിധ ട്രേഡ് ഓടില്ല. സപ്പോർട്ട് സോണിൽ എത്തിയ ശേഷം എന്താണ് മാർക്കറ്റിന്റെ ബിഹേവിയർ എന്ന് നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് പ്രൈസ് ആക്ഷൻ യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നു. അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ക്യാൻഡിൽ സ്റ്റിക് കൺഫർമേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എന്തായാലും ഇവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക് കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. ബുള്ളിഷ് ആയിട്ട് മാർക്കറ്റ് പോകാൻ പോകുന്നു എന്നുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് കൺഫർമേഷൻ. അതൊരു ബുള്ളിഷ് ഹറാമിയോ അല്ലെങ്കിൽ ബുള്ളിഷ് മർബൂസോ ഈവൻ ബുള്ളിഷ് എൻഗൾഫിംഗ് തുടങ്ങിയ ഹാമർ തുടങ്ങിയ ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ നമുക്ക് അവിടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻഡിൽസ്റ്റിക് പാറ്റേൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഒരു എൻട്രി എടുക്കാവുന്നതാണ്.
അപ്പോൾ ഇവിടെ ഒരു ബുള്ളിഷ് കാൻഡൽസ്റ്റിക് കൺഫർമേഷൻ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ലോ ഉണ്ട്, സെക്കൻഡ് ടൈം ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, തേർഡ് ടൈം ക്രിയേറ്റ് ചെയ്യുന്ന ലോയിലാണ് നമുക്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. ഫസ്റ്റിലും സെക്കൻഡിലും നമ്മൾ ഈ ഒരു അനാലിസിന് വേണ്ടി ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ മാത്രമാണ് ആ ലോസ് നമ്മൾ യൂസ് ചെയ്തത്. തേർഡ് ടൈം കമ്പാരിറ്റീവ്ലി ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത ശേഷം അവിടെ ഒരു ബുള്ളിഷ് കാൻഡൽസ്റ്റിക് കൺഫർമേഷൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിൽ എൻട്രി ചെയ്യാവുന്നതാണ്. കാൻഡൽസ്റ്റിക് കൺഫർമേഷന് ശേഷം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഫോം ചെയ്തിരിക്കുന്ന ഹയസ്റ്റ് പ്രൈസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലോ പോയിന്റിന്റെ ലോവസ്റ്റ് പോയിന്റിന് താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ ഒരു ട്രെൻഡ് ലൈനും താഴെ ആയിരിക്കണം. കാരണം ആ ഒരു ലെവലിലോട്ട് വന്ന സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ഡൗൺ തന്നിരിക്കണം. ഇതാണ് നമുക്കൊരു അപ് ട്രെൻഡിലുള്ള ഫസ്റ്റ് ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് തേർഡ് ടൈം ടച്ച്. നെക്സ്റ്റ് ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ മാർക്കറ്റ് ഹൈ പോയ ശേഷം തിരിച്ചിറങ്ങി വന്ന് നമ്മുടെ സപ്പോർട്ട് സോണിൽ സപ്പോർട്ട് ഫോർത്ത് ടൈം എടുക്കുമ്പോഴും നമുക്കൊരു ട്രേഡബിൾ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ടത് ടൈം ഫ്രെയിം കുറയുന്നതനുസരിച്ച് ട്രെൻഡിന്റെ വാലിഡിറ്റിയും കുറഞ്ഞുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് പല വട്ടം ആ ഒരു സപ്പോർട്ട് എടുത്ത് 5 6 വട്ടം പോയേക്കാം, എന്നാൽ 1 2 വട്ടം പോലും തന്നില്ല എന്ന് വരും. അതാണ് മാർക്കറ്റ്. അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ടിന് താഴെയായിട്ട് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് മുകളിലോട്ട് പോകുമ്പോഴുള്ള സെല്ലിംഗ് പ്രഷർ എവിടെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അവിടെ ഹൈകൾ കിട്ടുന്നതാണ്. ശരിയല്ലേ? ഈ ഹയർ ഹൈ ആവുന്നിടത്തോളം കാലം അപ് ട്രെൻഡ് ഒരു സ്ട്രോങ് അപ് ട്രെൻഡും ലോവർ ഹൈ എപ്പോൾ ഫോം ചെയ്യുന്നോ അപ്പോൾ അപ് ട്രെൻഡിന് വീക്ക് ആവുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം മാർക്കറ്റ് മുകളിലേക്ക് പോവാൻ ഒരു ലോ ഫോം ചെയ്തു, ഹയർ ലോ ഹൈ ഹയർ ഹൈ, നെക്സ്റ്റ് ഒരു ഹയർ ഹൈ ആണ് ഇവിടെ ഫോം ചെയ്യുന്നതെങ്കിൽ ഓക്കെ സ്ട്രെങ്തി മാർക്കറ്റ് ആണ്. അതിനുശേഷം വന്ന് സപ്പോർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഒബ്വിയസ് ആയിട്ടും ഉണ്ട്. എന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെയാണ് ബൈങ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യുന്നത്. എന്തായാലും ഇതിനുശേഷം മാർക്കറ്റ് മുകളിലോട്ട് പോകുമ്പോൾ ഈ ഒരു സോണിൽ എത്തിയ ശേഷം സെയിം ഹൈ ഫോം ചെയ്ത് മാർക്കറ്റ് ഫോൾ ചെയ്യുകയോ അല്ലെങ്കിൽ ലോവർ ഹൈ ഫോം ചെയ്ത് മാർക്കറ്റ് ഫോൾ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ ഉള്ള അത്രയും സെല്ലേഴ്സ് അല്ല, കുറച്ചുകൂടെ അധികം കൂടുതൽ അഗ്രസീവായിട്ട് സെല്ലേഴ്സ് അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബയേഴ്സിന്റെ സ്ട്രെങ്ത് സെല്ലേഴ്സിന്റെ സ്ട്രെങ്തും തമ്മിലുള്ള കമ്പാരിസണിൽ ചെറിയ വ്യത്യാസം മുമ്പുള്ളതിനെക്കാട്ടിലുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു പ്രീവിയസ് ഹൈയെക്കാട്ടിലും ഹയർ ഹൈ ഫോം ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ തിരിഞ്ഞിറങ്ങി വരുമ്പോൾ സപ്പോർട്ട് സോണിൽ നിന്നും താഴോട്ടൊരു ബ്രേക്ക് ഡൗണിനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ട്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു എൻട്രി ഉണ്ട്. പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും മാർക്കറ്റ് അപ് ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹയർ ഹൈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും അവിടെ ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കരുത് എന്നുള്ളത് വളരെ സീരിയസ് ആയിട്ട് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഡൗൺ ട്രേഡ് അഗെയിൻസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു കോട്ടാണ്. അപ്പോൾ ഒരു ഡൗൺ ട്രെൻഡിൽ പോകുമ്പോഴും സെയിം രീതി തന്നെയാണ്. ഞാനത് വളരെ സിമ്പിളായിട്ട് കാണിച്ചു തരാം. ഒരു ഹൈ ഫോം ചെയ്തു, ഇപ്പോൾ ഒരു ലോ ഫോം ചെയ്തു, ഒരു ലോവർ ഹൈ എപ്പോൾ ഫോം ചെയ്യുന്നോ അപ്പോഴാണ് നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ ബാധ്യസ്ഥനാവുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ലോവർ ലോ ഫോം ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ സ്ട്രെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹയർ ഹൈയും ഹയർ ലോയും ആയിരുന്നു അപ് ട്രെൻഡിലെങ്കിൽ ഡൗൺ ട്രെൻഡിൽ ലോവർ ഹൈയും ലോവർ ലോസുമാണ്. അപ് ട്രെൻഡിലെ മിനിമം ക്രൈറ്റീരിയ ആയിട്ട് നമ്മൾ ഹയർ ലോകളെയാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടെ ഡൗൺ ട്രെൻഡിലെ മിനിമം ക്രൈറ്റീരിയ ആയിട്ട് ലോവർ ലോകളെ അല്ല കൺസിഡർ ചെയ്യുന്നത്, ലോവർ ഹൈകളാണ് ഇവിടെ ഹീറോസ്. കാരണം നമ്മളിവിടെ ഡൗൺ ട്രെൻഡിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് റെസിസ്റ്റൻസ് ഏരിയയെ കൺസിഡർ ചെയ്തിട്ടാണ്, സപ്പോർട്ട് ഏരിയയെ കൺസിഡർ ചെയ്തിട്ടല്ല. സപ്പോർട്ട് എന്ന് പറയുന്നത് മാർക്കറ്റിനെ താഴോട്ട് പോകാൻ അനുവദിക്കാത്ത പ്രൈസ്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിനെ മുകളിലോട്ട് പോകാൻ അനുവദിക്കാത്ത പ്രൈസ്. അപ്പോൾ ആ റെസിസ്റ്റൻസ് ഏരിയ ആയിട്ടുള്ള മുകളിലത്തെ ഈ ഒരു പ്രൈസാണ് ഇവിടെ സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്, മാർക്കറ്റിൽ സെൽ ഓഫ് തരുന്നതും ആ ഒരു റീജിയനിൽ എത്തിയപ്പോഴാണ്. അപ്പോൾ അവിടെ നിന്നും ഒരു ബെയറിഷ് റിവേഴ്സൽ നമുക്ക് ബെയറിഷ് ക്യാൻഡിൽസ്റ്റിക്കോട് കൂടി കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബൈ ട്രെൻഡിൽ എങ്ങനെയാണോ ട്രേഡ് എടുത്തത് അതുപോലെ തന്നെ ആ ഒരു ക്യാൻഡിൽസ്റ്റിക് കൺഫർമേഷന് ശേഷം ഏകദേശം ഇവിടെ നമുക്ക് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാം. അതായത് ഇവിടെ നമുക്ക് സെല്ല് ചെയ്യാം. ഈ ഒരു ഹൈയുടെ മുകളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. അതുപോലെ തന്നെ പ്രീവിയസ്ലി ഫോം ചെയ്ത ലോ ലെവലിൽ നമുക്ക് ടാർജറ്റും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകളുടെ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സെല്ലേഴ്സിൻ്റെയും ബയേഴ്സിൻ്റെയും കമ്പാരിസൺ അല്ലെങ്കിൽ അവിടുത്തെ ഒരു അഗ്രസീവ്നെസ് മനസ്സിലാക്കാം. സെയിം ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഹയർ ലോ എങ്ങാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡൗൺ ട്രെൻഡിന്റെ സ്ട്രെങ്തിന് ശക്തമായ കോട്ടം സംഭവിച്ചിട്ടുണ്ടായേക്കാം എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. സോ എന്തായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇവിടുന്ന് റിവേഴ്സൽ പിടിക്കാതിരിക്കുക. ഓക്കെ, പ്രോപ്പർ ആയിട്ടുള്ള ലോവർ ലോകൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നതിന് ശേഷമുള്ള ഹൈകളിൽ മാത്രം നമ്മൾ ഷോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ അപ് ട്രെൻഡിലെ കാര്യം പറയുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം വരുന്ന ലോകളിൽ മാത്രം നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള റിവേഴ്സൽ ക്യാച്ച് ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിൻ്റെ ചാർട്ട് തന്നെ എടുക്കുകയാണെന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു,
അതിനെക്കാട്ടിലും ഒരു ഹയർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്, അതിനെക്കാട്ടിലും ഒരു ഹയർ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹയർ ഹൈകൾ അപ് ട്രെൻഡിന്റെ സ്ട്രെങ്തിനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ് ട്രെൻഡിന്റെ ബേസിക് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് എപ്പോഴും ഹയർ ലോകൾ തന്നെയാണ്. അതേസമയം ഡൗൺ ട്രെൻഡിലാണെങ്കിൽ ലോവർ ഹൈസും ലോവർ ലോകളുമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കാണാം, ഇങ്ങനെയൊന്നും ഡോട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഞാൻ ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ട് കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റും കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു ഈ ഒരു പോയിന്റിൽ വന്നിട്ട് മാർക്കറ്റ് തേർഡ് ടൈം, ഇത് ഫസ്റ്റ് ടൈം, ഇത് സെക്കൻഡ് ടൈം, തേർഡ് ടൈം ഇവിടുന്ന് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് തന്നു. അപ്പോൾ അവിടെ ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ നമ്മളിപ്പോൾ നോക്കുന്ന ടൈം ഫ്രെയിമിൽ ഇല്ല. 11% മൂവ്മെൻ്റ് ആണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വരും ദിവസങ്ങളിൽ ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ മാത്രമല്ല, നമുക്ക് ഇതുപോലത്തെ റിവേഴ്സൽ പോയിന്റുകളിൽ ട്രെൻഡ് റിവേഴ്സൽ പാറ്റേണുകളും കാണാൻ സാധിക്കും. ഇവിടെ വളരെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഹെഡ് ആൻഡ് ഷോൾഡർ എന്ന് പറയുന്ന പാറ്റേൺ ആണ്. ഇവിടെ ഒരു ഷോൾഡർ, ഇവിടെ ഒരു ഹെഡും, അതുപോലെ തന്നെ ഇവിടെ ഒരു ഷോൾഡർ പാറ്റേൺ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഹെഡ് ആൻഡ് ഷോൾഡറിൻ്റെ ബ്രേക്ക് ഔട്ട് തന്ന ശേഷമാണ് നമുക്ക് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മുകളിലേക്ക് കിട്ടിയത്. ഓൾമോസ്റ്റ് ആ ഒരു ബ്രേക്ക് ഔട്ടിന് ശേഷം ഇതുവരെ 4.87% ഒരു മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയേക്കുന്നത് മൊത്തത്തിൽ, ഇന്നല്ല കഴിഞ്ഞ 2-3 ദിവസമായിട്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്ക് കൺഫർമേഷൻ മാത്രമല്ല, സപ്പോർട്ട് സോണിൽ നമുക്ക് ഇതുപോലെ റിവേഴ്സൽ പാറ്റേൺസും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ജോയിൻ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ 2 പ്ലേലിസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് ഓപ്ഷൻ സെല്ലിംഗ് മാസ്റ്റർ ക്ലാസ്, അത് ഓപ്ഷൻസിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു വീഡിയോ സീരീസ് ആണ്. അതുപോലെ തന്നെ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ക്യാപ്സുലൈസ്ഡ് എന്നുള്ള രീതിയിൽ വളരെ ബേസിക് ആയിട്ടുള്ള ബിഗിനേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സീരീസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. മാക്സിമം ആൾക്കാരിലേക്ക് വീഡിയോ ഷെയർ എത്തിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെ